അവരുടെ പാർട്ടി മുന്നിലാണ്. TMC റോഡുകളൊക്കെ നല്ലതായത് ചരിത്ര ശരി നന്നായി തന്നു. അതിനുശേഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 1500 രൂപ വെച്ച് പണവും കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഒരു ഭാര്യയ്ക്ക് ഇന്ന് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് 1 രൂപ കിട്ടിയില്ല. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എല്ലാ മാസവും 1500 രൂപ കിട്ടിയില്ല. ഒരു ഭാര്യയ്ക്ക് വർഷത്തിൽ 18,000 രൂപ മമതാ ബാനർജി കൊടുക്കുന്നുണ്ട്. എത്രയാ കൊടുത്തത്? വർഷത്തിൽ 18,000 രൂപ കിട്ടുന്നുണ്ട്. മാസം 1500 കൊടുക്കുന്നുണ്ടല്ലോ. മാസം 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വിധവാ പെൻഷൻ ഉണ്ട്. മാധ്യമിക്കിന് ശേഷം ആൺകുട്ടികൾക്ക് 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ റോഡുകള്, വെള്ളം, അതായത് ആവശ്യമുള്ളതെല്ലാം നല്ല നിലയിൽ നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ സ്ത്രീകൾ പിന്തുണയ്ക്കുന്നു എന്നതിനർത്ഥം അവരുടെ ഭർത്താക്കന്മാരും പിന്തുണച്ചേ മതിയാവൂ. അതെ, സ്ത്രീകളുടെ അടുത്ത് ഭർത്താക്കന്മാർ തികച്ചും സാധാരണക്കാരാണ്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കേണ്ടി വരും. ശരി, തികച്ചും യാഥാർത്ഥ്യമാണ്. ഇവിടെ ജോലിയുള്ള ആളുകൾ ഇല്ലല്ലോ. അദ്ദേഹം എൻ്റെ ബോസ് ആണെന്ന് പറയുന്നു. ഇവിടുത്തെ സ്ത്രീകൾ, അതായത് അവരുടെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലല്ലോ. എല്ലാവരും പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു ആഡംബരത്തിനുള്ള ചെലവ്, ഒരു കൈച്ചെലവ് അതൊക്കെ ഉണ്ടല്ലോ. ആ പണം ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല. അത് മമതാ ബാനർജി 1500 രൂപ വീതം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആശ്വാസമാകുന്നു. അവർക്ക് അനായാസം മമതാ ബാനർജിയെ വേണം. വിവാഹത്തിനുള്ള പണവും മറ്റും എല്ലാം നൽകുന്നുണ്ട്. സ്കൂളിലെ സാധനങ്ങൾ നൽകുന്നു, ഫോൺ നൽകുന്നു, സൈക്കിൾ നൽകുന്നു. കന്യാശ്രീ പണം, ഞങ്ങളുടെ നികുതി പണം കാര്യമാകുകയാണെങ്കിലാകട്ടെ. ഞങ്ങളുടെ കടയിലെ സാധനങ്ങളുടെ വില കൂടുകയാണല്ലോ. ഞങ്ങൾ എവിടെ നിന്നാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ സ്ത്രീകളോട് ഇത് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു വശത്ത് നിന്ന് എടുക്കുന്നു, മറുവശത്ത് കൂടെ കൊടുക്കുന്നു. ഇതും സമ്മതിക്കേണ്ടി വരും. ഒരു വശത്ത് വില വർദ്ധിച്ചതുപോലെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. ഭക്ഷണം മുതൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു. ഒരു സാധനത്തിന്റെയും വില കുറയുന്നില്ല, കൂടുകയാണ്. എന്നാൽ എനിക്കിത് പറയാം, ഈ ലക്ഷ്മി ഭണ്ഡാരായാലും വിധവാ ഭത്തയായാലും ഇവയൊക്കെ ഈ അതായത് യുവാക്കളായ ആൺകുട്ടികൾക്ക് 10ാം ക്ലാസ്സിന് ശേഷം അവർക്കും പണം നൽകുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലെ വശം മോശമാണ്. പക്ഷെ മുന്നിൽ തരുന്നത് എന്താണോ അത് ഞങ്ങൾക്ക് ഇപ്പോൾ അംഗീകരിക്കേണ്ടി വരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്നത് മാസം കഴിഞ്ഞാൽ 1500 രൂപ വരുന്നുണ്ട്, ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നു. അത് ഓൺലി ഫോർ എനിക്കാണ്, വേറെ ആർക്കുമല്ല. അതെന്റേതാണ്. ഞാൻ എന്ത് ചെയ്യും, എന്ത് വാങ്ങും എന്നുള്ളത് എന്റെ കാര്യമാണ്. അവർ ചോദിച്ചാൽ ഞാൻ കൊടുത്തില്ല, അല്ലെങ്കിൽ ചോദിക്കുകയില്ല. ഇല്ല, ഞാൻ കൊടുക്കില്ല. അവർ ചോദിക്കാറുമില്ല. ഒരു വീട്ടിൽ ഒരുപക്ഷെ 2 കുട്ടികളും ഭാര്യയും, അവർ 3 ജീവികളല്ലേ. ഓരോ മാസവും 4500 രൂപ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് 2 പെൺകുട്ടികൾ? അതെ, അവർക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട്. അവർക്ക് 1,500 വെച്ച് 3000. പിന്നെ ഭാര്യയ്ക്ക് കിട്ടുന്നത് 1,500. അപ്പോൾ 4500 രൂപ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. വർഷത്തിൽ എത്ര രൂപയാവുമെന്ന് പറയൂ. എന്റെ വാക്ക് കേൾക്കുമോ അതോ എന്റെ വാക്ക് സ്വീകരിക്കുമോ? നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുന്നു. അതെ, കേൾക്കാൻ നിർബന്ധിതരാണ്. അവൾക്കല്ല, ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടവർ. എനിക്ക് തരേണ്ടി വരും. അപ്പോൾ എനിക്ക് 50 രൂപ ചെയ്യേണ്ടി വരുന്നു. ഒരു വീട്ടിൽ എല്ലാ മാസവും 4000-ഓ 5000-ഓ 6000-ഓ രൂപ വന്നാൽ പിന്നെ എൻ്റെ വാക്ക് കേൾക്കുമോ? എൻ്റെ മക്കളോ അതോ എൻ്റെ ഭാര്യയോ കേൾക്കുമോ? ചിലപ്പോൾ പറഞ്ഞാൽ തലയാട്ടും. പക്ഷെ അവിടെ ചെന്നിട്ട് വേറെ ആൾക്ക് വോട്ട് ചെയ്യും. പക്ഷെ ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, എനിക്കൊരു കുട്ടിയുണ്ട്, ഒരു മകളും ഒരു മകനും. എന്റെ മകന്റെ ഹയർ സെക്കൻഡറി കഴിഞ്ഞു. പക്ഷെ എന്റെ ഒരു ചിന്ത എന്തെന്നാൽ, എന്റെ മകൻ ഒരു ജോലി കിട്ടിയാൽ, ഒരു നല്ല സ്ഥലത്ത് ഒരു പണി കിട്ടിയാൽ ഞങ്ങൾക്ക് എത്രത്തോളം കൂടി നന്നായേനെ എന്നതാണ്. എനിക്ക് 1500 രൂപ വേണ്ട. എന്റെ മകൻ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ഈ 1500 രൂപ എനിക്ക് വേണ്ടെന്ന് ഞാൻ അപ്പോൾ പറയുമായിരുന്നു. അപ്പൊ അത് ഇനി നടക്കില്ലെന്ന് തോന്നുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ്? ഈ കാണുന്നത് എന്തായാലും ഇനി നടക്കുന്നില്ല. എന്റെ മകൻ വലുതായി എന്നതിൽ ഞങ്ങൾക്ക് മനസ്സിൽ ദുഃഖമുണ്ട്. എന്റെ മകൻ എങ്ങനെ കഴിഞ്ഞുകൂടും? പ്രൈവറ്റിൽ അങ്ങനെയല്ലല്ലോ. 18,000 രൂപ ശമ്പളത്തിന് 14 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് വരേണ്ടി വരും. 18,000 രൂപ അതിന് കൂടുതൽ ശമ്പളം തരില്ല. 14 മണിക്കൂർ ഡ്യൂട്ടി. വിഷമം തോന്നുന്ന ഒരേ ഒരു കാര്യം, ഈ വരുന്ന തലമുറകൾക്ക് വേണ്ടി നല്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവർക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കും. ഒരു ജോലി കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കും. ഞങ്ങൾ ഇനി എത്ര നാളുണ്ടാകാനാ? അവർ തന്നെയല്ലേ ഉണ്ടാകുക. അപ്പൊ അത് ഇനി നടക്കുന്നില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ആയാലും ഇല്ലെങ്കിലും മാസം എനിക്ക് 1500 രൂപ കിട്ടുന്നുണ്ട്. ഇതിൽ ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് 1500 രൂപ എവിടെ നിന്ന് കിട്ടാനാണ്? ഞങ്ങൾക്ക് ആരാണ് തന്നിരുന്നത്? ഭർത്താവല്ലാതെ മറ്റാരും തരില്ലായിരുന്നു. ഇപ്പൊ ആ പണം ഓൺലി ഫോർ ഞങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലൊരു സന്തോഷം വന്നിട്ടുണ്ട്. അതായത് മാസം കഴിഞ്ഞാൽ എനിക്ക് 1500 രൂപ. ഇത് തന്നെയാണ് സന്തോഷം. തൃണമൂൽ വരാൻ നല്ലതാണ്, പക്ഷെ ഈ താരതത്തിലുള്ള പ്രവർത്തകർ നല്ലവരല്ല. തൃണമൂൽ പാർട്ടി നല്ലതാണ്, മുഖ്യമന്ത്രി നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷേ
ഈ പ്രവർത്തകരുണ്ടല്ലോ, ആ പ്രവർത്തകർ നല്ലവരല്ല. അവരിത് നടത്തുന്നില്ല എന്നല്ല, അവർക്ക് ഇത് ശരിയായ രീതിയിൽ നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആണുങ്ങൾക്ക് അതായത് ഒരു ദേഷ്യം വരുന്നുണ്ട്. പതുക്കെ പതുക്കെ എല്ലാ സ്ത്രീകളും ഭർത്താവിനോട് ചോദിച്ചിട്ടാണോ വോട്ട് ചെയ്യുന്നത്, അതോ സ്വന്തം ഇഷ്ടത്തിനാണോ? ഇല്ല, സ്വന്തം ഇഷ്ടം. എനിക്കിതറിയാം. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. ഞാൻ ആരും പറയുന്നത് കേൾക്കാറില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എൻ്റെ ഭാര്യ നമ്മളോട് പറയില്ലല്ലോ. പിന്നെ ഞാൻ കൊടുക്കൂ. ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാം, ഒരുപക്ഷെ TMCക്ക് കൊടുക്കൂ, അല്ലെങ്കിൽ CPM കൊടുക്കൂ, അല്ലെങ്കിൽ BJPക്ക് കൊടുക്കൂ എന്ന്. എന്റെ വാക്ക് കേൾക്കില്ലല്ലോ. എടുക്കില്ല. ഇല്ല, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ആ മനുഷ്യരുടെ മനുഷ്യത്വം ഇനി ഇല്ല. ഇപ്പൊ എല്ലാം മാറിപ്പോയി. ഈ ആളുകളെല്ലാം പണ്ട് സിംഹമായിരുന്നു, എല്ലാം എലിയായിപ്പോയി. എല്ലാം എലിയായി പോയി, എല്ലാം എലിയായി പോയി.